ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സ്റ്റേറ്റസ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണ്, അവരെന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്കുള്ള നിങ്ങളുടെ ഒരു എൻട്രി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നത് തീർത്തും അവിചാരിതമായിട്ടായിരിക്കാം. അതുമാത്രമല്ല, ഒരാളുടെ ലൈഫിൽ എപ്പോഴാണോ ഒരാവശ്യം വരിക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സഹായം വേണ്ടെന്ന്, അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്നുപെടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്നു, നമ്മളുടെ ലൈഫിൽ ആരുമില്ല, നമ്മൾ തീർത്തും വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, നമ്മളുടെ വിഷമങ്ങൾ പറയാൻ പോലും ആരും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എൻട്രി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അവർക്ക് അത്രയും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു ചെന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് എന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ മറ്റാരും കടന്നു വന്നിട്ടില്ല, അതിന് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമഘട്ടത്തിലായിക്കോട്ടെ, അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിക്കോട്ടെ, അത്രയും ഒരു സഹായം അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്നേഹം, കെയർ എല്ലാം കൊടുത്ത് അവരുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരുടെ ലൈഫിൽ ഇവരുടെ പേരൻസ് അല്ലെങ്കിൽ ഇവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർക്കുള്ള റിലേഷൻഷിപ്പ് പാർട്ട്ണർ ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള പലരും ഉണ്ടായിട്ടും ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യലി എല്ലാം വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങളെ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ, ബിസിനസ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ മനസ്സ് മടുപ്പിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങളാണ് ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കൈപിടിച്ച് ഉയർത്തിയത് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ ലൈഫിൽ ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അതായത് നമ്മളൊരാളനക്കമൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത് നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അതിനകത്തൊന്നുമില്ല, അതൊരു ശൂന്യമായിട്ടിരിക്കുന്നൊരവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചധികം ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ഈഗോ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു വികാരം തന്നെയാണ്, പക്ഷെ അതിൻ്റെ ആവശ്യത്തിനേക്കാൾ ഉപരിയായിട്ട് കൂടുമ്പോഴാണ് പ്രശ്നമായിട്ട് വരിക. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇത്രയും സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചില ഘട്ടങ്ങളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനങ്ങളോ ഒക്കെ വരുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് തന്നോളണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്തതായിട്ട് നടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും ഇതൊന്നും അറിയാത്ത പോലെയുള്ള ഒരു സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കാനും ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു നിലനിൽപ്പ് കൊടുത്തത് നിങ്ങളാണ്. അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ നിങ്ങൾക്കാണ് സാധിച്ചിട്ടുള്ളതെന്ന് ആ ഒരു പേഴ്സണ് നല്ലപോലെ അറിയാം. പക്ഷേ അവരുടെ ഒരു ഈഗോയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ തർക്കിച്ച് ജയിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് അവരതൊന്നും അറിയാത്ത പോലെയുള്ള ഭാവത്തിലായിരിക്കും. അതുപോലെ തന്നെ പുറമേ ഭയങ്കരമായിട്ട് ധൈര്യമുണ്ട്, അല്ലെങ്കിൽ സിറ്റുവേഷനെ ഫേസ് ചെയ്യും എന്നെല്ലാം കാണിച്ചാൽ പോലും, അല്ലെങ്കിൽ കുറച്ച് ഷോ ഓഫ് കാണിച്ചാൽ പോലും
മാനസികമായിട്ട് നോക്കുമ്പോൾ അത്രയധികം ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അത് മറ്റുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഒരു പോരായ്മ മറ്റുള്ളവർ അറിഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ വളരെ ഹൈഡിങ് ആയിട്ടായിരിക്കും അവരുടെ യഥാർത്ഥ ഒരു ഫേസ് കാണിക്കാതെ ആയിരിക്കും സമൂഹത്തിൻ്റെ മുൻപിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കും. ഇവർ ഈ പുറമേ കാണിക്കുന്ന ഒരു നമ്മളെന്താ പറയുക പുറംപൂച്ച എന്നൊക്കെ പറയില്ല, അത് മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം ധൈര്യമോ ഗഡ്സോ ഒന്നും ഇല്ലാത്തൊരു പേഴ്സണാണ്. ചിലപ്പോൾ സംസാരിക്കുന്നത് വളരെ കൂടുതലായിരിക്കും, സംസാരിച്ചൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരെ അടിച്ചിരുത്താനൊക്കെ നല്ലപോലെ കഴിയുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ പ്രവൃത്തിയിൽ അത്രയധികം കൊണ്ടുവരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് നിൽക്കാനോ ഒക്കെ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൽ നിർണായകമായ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയത്ത് അവർ വേണ്ടുന്ന ഒരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ധൈര്യക്കുറവ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റോ സിറ്റുവേഷനോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ എന്താണോ മനസ്സിലുള്ളത് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഭീരുവായിട്ട് മാറുന്നൊരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മേ ബി ഇതിനകത്തുള്ള പല വ്യക്തികൾക്കും നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് ഇത് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തടസ്സമായിട്ട് വന്നിട്ടുണ്ടാവുന്നത് ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഫാമിലിയോ ആ തരത്തിലുള്ള ഏതെങ്കിലും ബന്ധങ്ങളായിരിക്കും. അതായത് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൺ മാരീഡ് ആയിരുന്നു, ഇവർക്ക് ഹസ്ബൻഡോ വൈഫോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്, അവരുമായിട്ട് പിരിഞ്ഞു നിന്നൊരു സമയത്തോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്നൊരു സമയത്തൊക്കെയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സമയം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലി നിങ്ങളുടെ ബന്ധം അറിഞ്ഞൊരു സമയമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഇവർ നിങ്ങളോട് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടായിട്ട് പോലും മറ്റൊരു വേ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇത് മാരീഡ് അല്ലാത്ത പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാകുന്നത് അവരുടെ ഒരു പഴയ റിലേഷൻഷിപ്പ് ആയിരിക്കും. പാസ്റ്റിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ചെയ്യാനോ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം വീണ്ടും റിട്ടേൺ വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ മറ്റു വഴി ചൂസ് ചെയ്ത് പോയതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ സ്നേഹമുണ്ട്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോഴും അവർക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ അത്രയൊക്കെ ഇഷ്ടമുള്ളൊരു വ്യക്തിയെ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ കൂടെ കൈപിടിച്ച് നിർത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും എന്ത് സാഹചര്യമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു വിശ്വാസവഞ്ചന തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ സിറ്റുവേഷൻ ചിലപ്പോൾ ഓവർകം ചെയ്ത് പോരാൻ സാധിക്കണം എന്നുണ്ടാവില്ല. കാരണം നമ്മളോടൊപ്പം ഇത്രയും സ്നേഹത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കി മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തിയിലേക്കോ പോവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരിക്കും. നിങ്ങൾ ഈ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം, വീണ്ടും തിരിച്ചു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം തന്നെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾ ഈ ഒരു വ്യക്തി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ള ഒരു ഫുൾ എഫേർട്ടിലായിരിക്കാം നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, ഞാൻ ഒരു കാരണവശാലും വിട്ട് കളയില്ല, അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മൈൻഡ് നമ്മളിപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് പാസ്റ്റിലുള്ളവരുടെ വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് അവർ ഒരുപാട് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കാൻ മാത്രമല്ല ഒരുപാട് വിഷമിക്കുന്നുമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ മാനസികമായിട്ട് അവർ ഒരുപാട് ഡിപ്രഷനിലാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഇതിനകത്ത് ചില വ്യക്തികൾ പോയിട്ടുണ്ടാവുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു പേഴ്സണൽ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭീരുവായി മാറുന്നൊരവസ്ഥയിൽ കൂടി പോകുന്നൊരു വ്യക്തിയാണ്. എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിലപാടില്ലായ്മയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ ഒരു വ്യക്തി ഒരു എന്താ പറയുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഉറച്ച് വളരെ ഗഡ്സോടുകൂടി ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരില്ല. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിഷമവും സങ്കടമൊക്കെ സഹിച്ച് പെയിൻഫുള്ളായിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ടെന്ന ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം ആ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. നമ്മൾ പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ച് കിട്ടില്ല എന്ന് പറയില്ല, ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തു ചാടി ഒരു ഇതിലേക്ക് പോകേണ്ടിയില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി തിരുത്തിയെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ചില അവസരങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരു പ്രാവശ്യം കൂടി ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളായിരുന്നു എന്നൊക്കെ നമ്മൾ തന്നെ റിക്രിയേറ്റ് ചെയ്ത് നോക്കാറില്ലേ. ആ ഒരു തരത്തിൽ അവരെ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്കറിയാം നിങ്ങളുടെ അത്രയും ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു കംഫർട്ടായിട്ട് അവരെ കൊണ്ടു നടക്കാൻ പറ്റിയ ആരും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പാസ്റ്റിൽ നിന്നുള്ള ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ പഴയ പാർട്ട്ണറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും നിങ്ങൾക്ക് പകരമാകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നൊരു കാര്യമാണ്. അവരുടെ ലൈഫിലൂടെ അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. സോ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സൺ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. മാനസികമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയത്താണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പേഴ്സൺ അതുപോലെയുള്ളൊരു അവസരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ഫിനാൻഷ്യലിയൊക്കെ ഈ ഒരു പേഴ്സൺ സ്റ്റേബിൾ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊന്നും അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. എങ്കിൽ പോലും മാനസികമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഒരു ഡൗൺഫോൾ എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ ഇത്രയും ഒരു വിഷമഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും അവർ ഉറച്ച ഒരു ഡിസിഷൻ എടുത്ത് ഇതുവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ അതിൻ്റെ ചില സൂചനകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതായത് പ്രോപ്പർലി ഇവർ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വിഷമങ്ങൾ പറയുമോ വീണ്ടും ഒരു റീകൺസിലിയേഷനോ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഇവർ അന്വേഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളെ നോക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയമേ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൻ്റെ അറ്റൻഷൻ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് അവിടെ ഒന്നുമില്ലാതെ വളരെ സൈലൻ്റായിട്ട് കിടന്നിരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു ഇലയനക്കം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു സൂചന നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവാം എന്തോ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സിൽ സെൽഫ് ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം എന്തോ ഒരു ചേഞ്ച് എൻ്റെ ബന്ധത്തിൽ ഉണ്ടാവാനായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് അന്നും ഇന്നും ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിലും മനസ്സിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. ഒരിക്കലും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊന്നും കുറഞ്ഞു പോയിട്ടുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും അവരുടെ ഒരു ഭയം കൊണ്ടൊക്കെയാണ് അവരതിൽ നിന്ന് മാറി നിന്നിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു പേഴ്സൺ എത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് ഒരു കാര്യത്തോട് അതിയായിട്ടുള്ള ഇഷ്ടമുണ്ടായിട്ട് പോലും ചില സമയത്ത് മൗനമായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ സൈലൻ്റായിട്ട് മിണ്ടാതിരിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അതിലേക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു പരിവർത്തനം, അതാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ സോഷ്യലി എല്ലാം കുറച്ച് പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചിലപ്പോൾ അത്യാവശ്യം ഹോൾഡുള്ള അല്ലെങ്കിൽ ഒരു നിലയും വിലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് മറ്റുള്ള ആളുകൾ വീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലേക്ക് കാണാനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും നിലയ്ക്ക് ഇവരെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ചിലപ്പോൾ 10 പേർ അറിയുന്നത് ഈ ഒരു പേഴ്സണെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഘട്ടം വന്നപ്പോൾ അവരുടെ ചിലപ്പോൾ ഈ ഒരു ഫെയിമും അതിനകത്തൊരു കാരണമായേക്കാം. അതായത് എന്തെങ്കിലുമൊക്കെ നമ്മളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ ചിലപ്പോൾ മോശം രീതിയിലേക്ക് ആവേണ്ടുന്നൊരവസ്ഥയിലേക്ക് പോയാലോ എന്നൊക്കെയുള്ളൊരു ഫിയറും കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ടായിന്ന് വരാം. പക്ഷേ കറൻറ്റ്ലി നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ഇവർ കുറച്ചും കൂടി ഒരു ബോൾഡ് ആയതായിട്ട് കാണപ്പെടുന്നു. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ സാഹചര്യങ്ങളോട് പൊരുതാനായിട്ടുള്ള ഒരു മാനസികമായിട്ട് തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെതിരായിട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫെയിം ഉള്ളത് കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയോ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു പേഴ്സൺ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും നാളും അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കാതെ കൂടെ ചേർക്കാനോ ഒക്കെ കഴിയാതിരുന്നത് അവരുടെ ഈ ഒരു ഭീരുത്വം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പലർക്കും വേണ്ടി അല്ലെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടും ആ ഒരു പേഴ്സൺ ഒരു സ്വസ്ഥതയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കൊരു സമാധാനവും സ്വസ്ഥതയില്ലാതെ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു കാര്യം വീണ്ടും അവരിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ ജീവിക്കാൻ ഉള്ള ഒരു പ്രേരണയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ഉള്ളത്. എന്തൊക്കെ ചുറ്റിലുണ്ടെങ്കിലും ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അവർക്കൊരു ഹീലിംഗ് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് നടത്തിയെടുക്കണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനിലോട്ട് ആ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങാനുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നിട്ട് പോലും അവർ പലപ്പോഴും പിന്നോട്ട് മാറിയിരുന്നത് അവരുടേതായിട്ടുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ലാത്ത അവസ്ഥ കൊണ്ടാണ്. ഇപ്പോൾ അവരുടെ ഒരു ഫാമിലിയൊക്കെയാണ് എതിരെ നിന്നിരുന്നതെങ്കിൽ അവരെ വേദനിപ്പിക്കേണ്ടെന്ന കാര്യം ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അങ്ങനെ പലരെയും പേടിച്ചിട്ടും നമ്മളുടെ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് നിലനിർത്തുന്നതിനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവനവൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വിഷമിക്കുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ. എന്തൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേ ഉള്ളൂ എന്ന് പറയില്ല, ആ ഒരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം. അവരെ ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആവാൻ നിങ്ങളെപ്പോലെ തന്നെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇൻസിഡൻസ് ഉണ്ടായിട്ടും നിങ്ങളാണ് ഈ ഒരു വിശ്വാസത്തിൽ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ, അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളൊരു ഹോപ്പിലാണ് നിങ്ങളുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയിലേക്ക് നിങ്ങളുടെ പേഴ്സണും വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷ മാത്രമല്ല, ആക്ഷൻ എടുക്കാനായിട്ടും അവർ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്ന പോലെ ഒരു കിങ് ഓഫ് ഫയറിൻ്റെ ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. വളരെ പാഷനേറ്റ് ആയിട്ടും അതുപോലെ ലവബിളായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ആ ഒരു ഹാർട്ട് സിമ്പൽ പോലെ തന്നെ അവരുടെ ഹൃദയം തന്നെ നിങ്ങൾക്ക് തരാൻ, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടാനായിട്ട് ആ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇവരുടെ മാത്രമല്ല, നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ വെയിറ്റിംഗ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. കാരണം അത്രയും നമുക്ക് എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നാളുകളായിട്ടൊരു നോ കോൺടാക്റ്റിലൊക്കെ പോയിരുന്നൊരു പേഴ്സൺസാണ് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചില ലക്ഷണങ്ങൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടാവാം. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ തിരക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പഴയതുപോലെ വരാൻ വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി നിങ്ങളെ സമീപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്നറിയില്ല. അപ്പോൾ റെസണേറ്റ് ആവുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വിഷമത്തിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം അനുഭവിക്കാനുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.